Hello, welcome to my channel Homemade. ഹലോ, ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയാവോ? ചേമ്പില കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഇത് അധികം ആൾക്കാരൊന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഇല എന്ന് പറയുന്നത് ചേമ്പിൻ്റെ വിരിഞ്ഞു വരാത്ത കൂമ്പില നോക്കി എടുക്കണം. അതാകുമ്പോൾ തീരെ പിഞ്ച് ഇലയായിരിക്കും, പെട്ടെന്ന് വേഗം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇല നോക്കി പറിച്ചെടുക്കുക. അതിനുശേഷം അത് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം അത് തുറന്ന് അതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഒന്നുമില്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ചുരുട്ടി വയ്ക്കുക. അതങ്ങനെ തന്നെ ചുരുണ്ടിരിക്കണം. നമ്മൾ മെഴുക്കുവരട്ടി കഴിയുന്നവരെ അങ്ങനെ തന്നെ ചുരുണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചുരുട്ടുക. എന്നിട്ട് അതിൻ്റെ ആ തണ്ട് എന്തെങ്കിലും അറ്റത്ത് ബാക്കി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതില്ലാതെ എടുക്കുന്ന കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം തുറന്ന് നോക്കി അതിനകത്ത് പ്രാണികളോ അഴുക്കോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ചുരുട്ടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ചേമ്പില ഒന്ന് വെള്ളത്തിയിട്ട് തിളപ്പിക്കണം. അതിനുവേണ്ടി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഒരു വാഴ നാര് വെച്ച് കെട്ടി വയ്ക്കുക ചെറുതായിട്ട്. അതഴിഞ്ഞ് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നാര് വെച്ച് കെട്ടി വയ്ക്കുന്നത്. വലിയ പാത്രത്തിലാണ് തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരുമിച്ച് തന്നെ കെട്ടി വെച്ച് അത് മുങ്ങാനും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് ചേമ്പിന് എന്തെങ്കിലും ചൊറിച്ചിലോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം പുളിയും ഉപ്പും ചേർത്ത് വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണം. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് നമുക്കത് ഒന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ചൂടൊന്ന് അല്പം തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ആ ചുരുളി നിവർന്നു പോകാത്ത രീതിയിൽ അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്കൊരു പാത്രം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 2 പിടി ചുവന്നുള്ളി, കൂടുതൽ ഉള്ളി ചേർക്കുന്തോറും അതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ 2 പിടിയെങ്കിലും ചുവന്നുള്ളി ഇതിനകത്തേക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളകാണ് വേണ്ടത്, ക്രഷ് ചെയ്തെടുത്ത റെഡ് ചില്ലി, ഇതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ മുളക് അങ്ങ് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പില, വേവിച്ച് വെച്ചിട്ടില്ലേ ചേമ്പില, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് വരുന്ന രീതിയിൽ ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഒരു കാര്യം, കഴിവതും ഒത്തിരി ഫോഴ്സിലൊന്നും ഇളക്കി കൊടുക്കരുത്. ആ ചേമ്പിൻ്റെ ചുരുള അഴിയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചേമ്പില മെഴുക്കുവരട്ടിയത് റെഡിയായിട്ടുണ്ട്. എല്ലാം നല്ല വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ചുരുണ്ട് തന്നെ ഇരിക്കുമ്പോൾ ആ ഇല കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരട്ടിയാണ്. എൻ്റെ ഫേവറേറ്റ് മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.